ഒരുപക്ഷെ PMC പദ്ധതിയിൽ ഒപ്പിട്ടതിൽ അല്ലെങ്കിൽ അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കും എന്ന വിശാലമായ ഓക്കെ എന്താണോ അങ്ങനെ വളരെ വിശാലമായ ഒരു രാഷ്ട്രീയ ആംഗിളിനപ്പുറം ഞങ്ങളത് അറിഞ്ഞില്ല, ഞങ്ങളോട് പറഞ്ഞില്ല, മന്ത്രിസഭയിൽ ഞങ്ങളത് ചോദിച്ചു, എന്നിട്ടും ഒരക്ഷരം പറയാതെ 16-ാം തീയതി അവിടെ റെഡിയായിരിക്കെ വഞ്ചനാപൂർവ്വം പോയി ഞങ്ങളുടെ കണ്ണുകെട്ടി ഒപ്പിട്ടു എന്നുള്ളതാണല്ലോ ഒരുപക്ഷെ CPIയുടെ രാഷ്ട്രീയ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നത്. അതിനെങ്ങനെ പരിഹാരം ഇനി ഉണ്ടാകും? ഇനി CPM ഇനി മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കണ്ടാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് മറ്റാരെങ്കിലും കണ്ടാലും ആ മുറിവ് എങ്ങനെ കൂടും? ശ്രീത്, ഹാഷ്മി, CPIM നേതൃത്വവും വിദ്യാഭ്യാസ വകുപ്പും ഈ കാര്യത്തിൽ സമവായം ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളിൽ ഒരു ഘടകം ഇതാണ്. ഈ ചർച്ച കൂടാതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണ്, അത് CPIക്ക് മുന്നിൽ സമ്മതിക്കും. മറ്റൊന്ന്, ഇപ്പോൾ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അതിന് വിദ്യാഭ്യാസ വകുപ്പ് നേരിടുന്ന സാമ്പത്തിക പരിമിതി ഒരു പ്രധാന കാരണമായി CPIയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യം, 7000-ഓളം അധ്യാപകർക്കുള്ള ശമ്പളം, ഒപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, ഈ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് പണമില്ലാത്ത അവസ്ഥയുണ്ട്. PMC പദ്ധതിയിൽ ഒപ്പിടാതെ ഈ പണം ലഭിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയത് എന്ന് CPIയെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ചർച്ച കൂടാതെ മുന്നണിയിലോ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചയോ നടത്താതെ ഇത്തരം ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് വീഴ്ചയാണെന്ന് CPIയോട് സമ്മതിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് CPIയെ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നാണ് CPIയും വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയുമൊക്കെ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ CPIയുടെ ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണാൻ പോകുന്നത്. ബിനോയ് വിശ്വ ഇപ്പോൾ ഇവിടെ എത്തുന്നതേ ഉള്ളൂ. അദ്ദേഹം രാവിലെ ഈ ഓഫീസിലേക്ക് വന്ന ശേഷമായിരിക്കും വി ശിവൻകുട്ടി എത്താൻ പോവുക. എന്തായാലും സന്ദർശനത്തിന് മുന്നോടിയായി മന്ത്രി GR അനിൽ ഇപ്പോൾ തന്നെ CPIയുടെ ആസ്ഥാനമായ MN സ്മാരകത്തിലുണ്ട്. അദ്ദേഹം നേരത്തെ നടത്തിയ പ്രതികരണമാണ് ഹാഷ്മി വിശദീകരിച്ചത്. ഇത് ഒരു വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എതിർപ്പ് CPI പ്രകടിപ്പിക്കുന്നത്. അത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് കീഴ്പ്പെടുത്താനുള്ള ശ്രമം, അതിനെ ചെറുക്കേണ്ടതുണ്ട്. അതിനെ ചെറുക്കാതെ അതിനോട് യോജിക്കുന്നത് ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല, ഇടതുപക്ഷ നയത്തിൽ നിന്ന് വ്യതിചലനമാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ധാരണാപത്രത്തിൽ ഒപ്പിട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ തങ്ങൾക്ക് ബോധ്യപ്പെടുമോ ഇല്ലയോ ഒന്നുമല്ല. കാതലായ രാഷ്ട്രീയ പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്, കാതലായ നയപ്രശ്നമുണ്ട്. അതിലാണ് CPIയുടെ വിയോജിപ്പ്. അക്കാര്യത്തിൽ വ്യക്തത വേണം എന്നാണ് CPI ആവശ്യപ്പെടുന്നത്. അതിൽ കൂടുതൽ എന്ത് വ്യക്തതയാണ് CPI കൊടുക്കാനുള്ളത്? ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ പറയുന്നത് എന്താണ്, NEPക്ക് എന്താണ് പ്രശ്നം എന്ന് മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുകയാണ്. എല്ലാ കാലവും ഒരു നയം പറഞ്ഞ് കിട്ടാനുള്ള പണം കിട്ടേണ്ടതില്ല എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറച്ചുകൂടി തെളിച്ച് ഇടതു നയം നടപ്പാക്കാനുള്ളതല്ല ഇടതു സർക്കാർ എന്നുകൂടി കടത്തി പറയുകയാണ്. അതിലപ്പുറം ഇവരൊക്കെ പോയി CPIയുടെ രഹസ്യമായി എന്ത് പറയാനാണ്? ഇതൊക്കെയല്ലേ പറയാനുള്ളൂ ശ്രീത്? തീർച്ചയായും അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് CPI തൃപ്തിപ്പെടുമോ എന്ന ചോദ്യവും അവർക്ക് നേരെ ഉയരുന്നുണ്ട്. കാരണം കാതലായ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അക്കാര്യത്തിൽ ഏറ്റവും അയഞ്ഞ ഒരു സമീപനത്തിലേക്ക് CPIM നേതൃത്വവും വിദ്യാഭ്യാസ വകുപ്പും വന്നു എന്നതാണ്. ഹാഷ്മി ചൂണ്ടിക്കാണിച്ച പോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എല്ലാ കാലവും എതിർക്കാൻ കഴിയുമോ, ഒരു ഘട്ടത്തിൽ അതിനോട് യോജിക്കേണ്ടി വരില്ലേ എന്നൊക്കെയുള്ള ലാഘവത്തോടു കൂടിയുള്ള പ്രതികരണമാണ് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നുണ്ടായത്. അത് അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള രാഷ്ട്രീയ ഗ്രാഹ്യമില്ലായ്മയാണെന്ന വിമർശനം CPI ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചില ന്യായവാദങ്ങൾ സ്വീകാര്യമാക്കുക സാധ്യമല്ല, കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരും. ഇത് എല്ലാ കാര്യങ്ങളെയും കൈയടിച്ച് പാസ്സാക്കാൻ കഴിയില്ല എന്ന ഒരു വികാരമാണ് CPIക്കൊക്കെ നിറയുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാധാരണ പോലീസിന്റെ അക്രമം വരുമ്പോഴൊക്കെ നടത്തുന്ന ന്യായവാദങ്ങളുടെ മറ്റൊരു വേർഷനാണ് അദ്ദേഹം ഇന്നലെ ഉന്നയിച്ചത്. അതായത് ഭരണകൂടം ആകെ മാറുന്നില്ല, ഭരണകൂടത്തിന്റെ ചില അവശിഷ്ടങ്ങൾ എപ്പോഴും നിൽക്കുന്നു, അതുകൊണ്ട് LDFന്റെ നയം പൂർണ്ണമായി നടപ്പിലാക്കാൻ ഒരു സർക്കാരിന് കഴിയില്ല എന്നുള്ളൊക്കെയുള്ള വാദം പാർട്ടി ക്ലാസുകൾ ഒരുപക്ഷെ ആളുകൾ കേട്ടിരുന്നേക്കും. എങ്കിലും പ്രായോഗികമായ തലത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ നയം ബലികഴിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന ലളിതമായ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം നൽകേണ്ടി വരും. ആ ഉത്തരമാണ് CPIയും തേടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.